ഹലോ വെൽക്കം ബാക്ക് ടു മാളൂസ് കേരള യൂട്യൂബ് ചാനൽ. അപ്പോഴേ ഇന്ന് നമ്മൾ കുറച്ച് മത്തി വാങ്ങിയിട്ട് നല്ലപോലെ അങ്ങ് ഉണക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ 2 കിലോ മത്തിയാണ് വാങ്ങിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ മത്തിക്കൊക്കെ നല്ല വില കുറവാണ്. അതുമാത്രം നല്ല കുഞ്ഞ മത്തിയാണ്. മത്തി നമ്മളൊരു പാത്രത്തിലേക്ക് ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് കഴുകിയെടുക്കുക. വെട്ടാതെ വേണം നമ്മൾ കഴുകിയെടുക്കാൻ. ഇനി വെട്ടിയിട്ട് അഥവാ നിങ്ങൾ കഴുകി ക്ലീനാക്കി ഉണക്കാൻ വെക്കുകയാണെങ്കിലും കുഴപ്പമില്ല. അപ്പോൾ ഞാനിവിടെ വെട്ടാതെയാണ് മത്തി കഴുകി ക്ലീനാക്കി എടുക്കുന്നത്. അപ്പോൾ നമ്മളത് 2-3 പ്രാവശ്യം നല്ലപോലെ കഴുകി ചെതുമ്പലൊക്കെ കളയണം. നല്ല ക്ലീനാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ കഴുകുമ്പം തന്നെ അതിൻ്റെ പകുതി ചെതുമ്പലൊക്കെ പോയി കിട്ടുവേ. അപ്പോൾ നമ്മൾ മത്തി നല്ലപോലെ കഴുകി ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്, വെള്ളമെല്ലാം കളഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് 3 പിടി കല്ലുപ്പാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. കല്ലുപ്പ് എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക, പൊടിയുപ്പ് എടുക്കരുത്. കല്ലുപ്പിട്ടാലേ നമുക്ക് നല്ലപോലെ മീൻ ഉണക്കി എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. എന്നിട്ട് നമ്മൾ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കുക. മീനിൻ്റെ എല്ലാ ഭാഗത്തേക്ക് എത്തത്തക്ക രീതിയിൽ വേണം നമ്മൾ ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തെടുക്കാൻ. അങ്ങനെ നമ്മൾ മത്തിയിൽ ഉപ്പെല്ലാം തേച്ച് പുരട്ടി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതേപോലെ ഒരു കാർബോർഡ് നിലത്ത് വിരിക്കുക. എന്നിട്ട് നമ്മൾ ഇതേപോലത്തെ നെറ്റില്ലേ, സഞ്ചി പോലത്തെ നെറ്റ് എടുക്കുക കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ സഞ്ചി പോലത്തെ നെറ്റ് എടുക്കുകയാണെങ്കിൽ നമുക്ക് ഈ മീൻ ഉണക്കാനിടുമ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്കാക്കി ഇട്ട് കൊടുക്കുക. ഇത് നമ്മൾ പച്ചക്കറിയൊക്കെ വാങ്ങുമ്പോൾ കിട്ടുന്നതാണ് കേട്ടോ ഇതേപോലത്തെ നെറ്റ്. ഇങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ എന്താ ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ കാക്കയൊന്നും വന്ന് കൊത്തിക്കൊണ്ട് പോകില്ല. അങ്ങനെ ഒരു വളരെ ഉപകാരമുണ്ട് ഇങ്ങനത്തെ നെറ്റിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ മീൻ ഉണക്കാൻ ഇടുകയാണെങ്കിൽ. അപ്പോൾ നമ്മൾ ആദ്യത്തെ ദിവസം നമ്മൾ മീൻ ഉണക്കാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നമ്മൾ എത്ര ദിവസം കൊണ്ട് നമുക്ക് ഇത് ഉണങ്ങിയെടുക്കുന്നത് നമുക്ക് നോക്കാവേ. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ദിവസം വൈകുന്നേരം ആയപ്പോൾ തന്നെ അത്യാവശ്യം നല്ല പോലെ തന്നെ ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. വൈകുന്നേരം നമ്മൾ മീനെടുത്ത് അകത്തേക്ക് വെക്കണം. കാരണം മഞ്ഞ് കൊണ്ടു കഴിഞ്ഞാൽ പിന്നെ നല്ലപോലെ ഉണങ്ങി കിട്ടില്ല. വൈകുന്നേരം ആകുമ്പോൾ നമുക്കിതെടുത്ത് അകത്തെടുത്ത് വെക്കണം കേട്ടോ. എന്നിട്ട് നമ്മൾ പിറ്റേ ദിവസം ഇതേപോലെ ഒന്ന് ഇട്ട് കൊടുത്താൽ മതി. നമുക്കിത് രണ്ടാമത്തെ ദിവസം ഇട്ട് കൊടുത്തതിന് ശേഷം വൈകുന്നേരം എത്ര ഉണങ്ങിയിട്ടുണ്ടെന്ന് നമുക്ക് ഒന്നും കൂടെ നോക്കാവേ. അപ്പോൾ രണ്ടാമത്തെ ദിവസം അത്യാവശ്യം നല്ലപോലെ തന്നെ നമുക്ക് ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. ഇതുണ്ടോ? അപ്പോൾ ഇന്ന് 3rd ഡേ ആണ് മീൻ ഉണക്കാനിട്ടിട്ട് നല്ല പോലെ ഉണങ്ങി വന്നിട്ടുണ്ട്. ഇത് കണ്ടോ, നമ്മളിത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ലപോലെ ഉണക്കായിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ലാസ്റ്റത്തെ ദിവസമാണ് 4ാമത്തെ ദിവസം. മീൻ നല്ല പോലെ ഉണക്ക മീനായിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്. നമ്മളിത് കയ്യിലെടുത്ത് ഇത് പ്രസ് ചെയ്യുമ്പോൾ തന്നെ നല്ല ഉണങ്ങി കിട്ടിയിട്ടുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാം, നമ്മൾ ഉണക്കമീൻ വാങ്ങിക്കുകയാണെങ്കിൽ നല്ല പൈസയാണ്. പിന്നെ അതുമല്ല കെമിക്കൽ അടങ്ങിയ മീനുകളൊക്കെയാണ് നമ്മൾ വാങ്ങി കഴിക്കുന്നത്. അപ്പോൾ അതിലും നല്ലത് ഇതേപോലെ മത്തിയൊക്കെ വാങ്ങാൻ കിട്ടുമെങ്കിൽ ഇതേപോലെ ഉപ്പൊക്കെ തേച്ച് വെയിലത്തിട്ട് ഉണക്കി എടുക്കണമെങ്കിൽ നമുക്ക് ഉണക്കമീനാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ അതിനകത്ത് ഞാൻ കുറച്ച് ഉണക്കമീൻ വറക്കാൻ വേണ്ടി എടുത്ത് മാറ്റുകയാണ് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉണക്കമീൻ. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഉണക്കി എടുക്കണേ നമുക്ക് ഇഷ്ടംപോലെ ഉണക്കമീൻ കഴിക്കാൻ പറ്റും. നമ്മൾ പേടിക്കാതെ നമുക്ക് ധൈര്യത്തോടെ കഴിക്കാൻ പറ്റും കേട്ടോ. നമ്മൾ വറക്കാൻ വേണ്ടി കുറച്ച് മീനേ എടുത്തിട്ടുള്ളൂ. ബാക്കിയുള്ള മീൻ നമുക്ക് എയർ ടൈറ്റ് ആയിട്ടുള്ള ഒരു കണ്ടെയ്നറിലേക്ക് ഇട്ട് മൂടി കൊടുക്കാം. നമുക്ക് ആവശ്യമുള്ളപ്പോൾ എടുത്താൽ മാത്രം മതി കേട്ടോ. അപ്പോൾ ഇത്രയും മീൻ നമുക്ക് ബാക്കിയുണ്ടാവും. നമുക്ക് കണ്ടെയ്നറിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട്. ഇതുകൊണ്ടോ ഇത്രയും മീനുണ്ട്. 2 കിലോ മീനാണ് നമ്മൾ ഉണക്കിയിട്ടുള്ളത്. അതിൽ കുറച്ച് മാത്രമേ നമ്മൾ വറുക്കാൻ എടുത്തിട്ടുള്ളൂ. ബാക്കി പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലെ നല്ലപോലെ ചെതുമ്പലെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മുളകും മഞ്ഞപ്പൊടിയൊക്കെ പുരട്ടി നമുക്ക് വറുത്തെടുക്കാം കേട്ടോ. ഉണക്കമീൻ തിന്നാൻ കൊതിയുള്ളവർ ഇതേ രീതിയിലൊന്ന് ചെയ്ത് നോക്കിയാൽ മതി. നമുക്ക് പൈസ കൊടുത്തൊന്നും മീനൊന്നും വാങ്ങണ്ട, കെമിക്കലുള്ള ഉണക്കമീനുകളൊന്നും വാങ്ങി കഴിക്കണ്ട കേട്ടോ. നമുക്ക് ഉണക്കമീൻ തിന്നാൻ കൊതി വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് പച്ചമീൻ വാങ്ങി നല്ലപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ഉപ്പ് പുരട്ടിയിട്ട് 4 ദിവസം വെയിലത്ത് വെച്ച് നല്ലപോലെ ഫ്രഷ് ഉണക്കമീൻ നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കുക കേട്ടോ. ഇല്ലാത്ത പൈസ കൊടുത്ത് ഉണക്കമീൻ വാങ്ങേണ്ട ആവശ്യമില്ല. കെമിക്കൽ അടങ്ങിയ ഉണക്കമീനൊന്നും വാങ്ങിയാലും കഴിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു, യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കണ്ട. വീഡിയോസിൻ്റെ തൊട്ട് താഴെ തന്നെ നമ്മുടെ കമൻറ്റ് ബോക്സ് ഉണ്ട്. അതിൽ നിങ്ങളുടെ അഭിപ്രായം കൂടെ വന്ന് പറയണേ. അപ്പോൾ ഇതേപോലത്തെ നല്ല നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അതുവരത്തേക്കും ബൈ.